കെഎസ്ആർടിസിയിലെ ഒഴിവുകൾ PSC വഴി നികത്തണമെന്ന് ഹൈക്കോടതി. PSC വഴി നിയമനം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. തിരിച്ചെടുക്കണമെന്ന എംപാനൽ ജീവനക്കാരുടെ ആവശ്യം കോടതി നിരസിച്ചു. ഷബിന സിയാദുന്റെ വിവരങ്ങളുമായി. ഷബിന, വിശദാംശങ്ങൾ എന്താണ്? കെഎസ്ആർടിസിയിലെ റിസർവ് കണ്ടക്ടർ തസ്തികയിൽ എംപാനലുകാരെ ഒഴിവാക്കി PSC അഡ്വൈസ് മെമ്മോ ലഭിച്ചവരെ നിയമിക്കണം എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ആവശ്യം തള്ളിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ PSCയുടെ അഡ്വൈസ് മെമ്മോ ലഭിച്ച പാലക്കാട് സ്വദേശി ആന്റണി സ്റ്റെജോ ഉൾപ്പെടെയുള്ളവർ നിരവധി ഹർജിക്കാർ കോടതിയെ സമീപിച്ചിരുന്നു. അപ്പീൽ ഹർജിയുമായാണ് ഇവർ സമീപിച്ചത്. ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഇത്തരത്തിലുള്ള വിധി ഉണ്ടായിട്ടുള്ളത്. എംപാനൽ കണ്ടക്ടർമാർ ഇത്രയും ജോലി ചെയ്തതിനാൽ, അതായത് ദീർഘകാലം ജോലി ചെയ്ത എംപാനൽ കണ്ടക്ടർമാരുണ്ടായിട്ടുണ്ട്. ഇവർക്ക് നിയമപരമായ അവകാശങ്ങളുണ്ട്. ഇത്തരത്തിൽ എംപാനൽ ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കിട്ടാൻ അല്ലെങ്കിൽ അത് സ്ഥാപിച്ചു കിട്ടാൻ അവർക്ക് ലേബർ കോടതിയെയോ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിനെയോ സമീപിക്കാം എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എംപാനലുകാർക്ക് തെറ്റായ പ്രതീക്ഷയാണ് KSRTC നൽകിയത്. വ്യാജ പ്രതീക്ഷ നൽകി അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ നൽകിയതിനെ കോടതി ഉത്തരവിൽ തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. PSC റാങ്ക് ഹോൾഡേഴ്സ് കേസ് നേരത്തെ തന്നെ ഹൈക്കോടതി തന്നെ വിധി പറഞ്ഞ ഒരു കേസാണ്. ഈ കേസിലെ വിധി KSRTCക്കും ബാധകമാണ്. അതായത് KSRTCയിലെ ഒഴിവുകൾ PSC വഴി നികത്തണം എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഇടക്കാല ഉത്തരവിലൂടെ ഇത്തരം ഒരു നിർദ്ദേശം കോടതി വെച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ KSRTC ആ നിയമന നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 10-20 വർഷമായി താൽക്കാലികമായി ജോലി ചെയ്യുന്ന തങ്ങളെ ഒഴിവാക്കരുത് എന്ന് എംപാനൽ കണ്ടക്ടർമാർ കോടതിയെ അറിയിച്ചിരുന്നു. അവരുടെ ഹർജിയും അതായിരുന്നു. തങ്ങളുടെ ജീവിത മാർഗമാണ് ഈ ജോലി, അതുകൊണ്ട് തന്നെ ഒഴിവാക്കരുത് എന്നതായിരുന്നു. എന്നാൽ അത് നിയമപരമല്ല. എംപാനൽ കണ്ടക്ടർമാരെ നിയമിക്കുന്നത് നിയമപരമല്ല. അവർ ഇത്രയും നാൾ സർവീസ് ഉള്ളത് കൊണ്ട് അവർക്ക് നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾക്ക് ലേബർ കോടതിയെയോ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിനെയോ സമീപിക്കാം. എന്നാൽ ജോലിയിൽ തുടരണം എന്ന ആവശ്യം അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ നൽകിയ ഹർജി തള്ളുകയും ചെയ്തിട്ടുണ്ട്. KSRTCയിലെ ഒഴിവുകൾ PSC വഴി തന്നെ നികത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. PSC വഴി നിയമനം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. താൽക്കാലിക കണ്ടക്ടർമാർ ഈ വിഷയത്തിൽ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു. ഷബിന സിയാദ്. RB സനൂപ് ഉണ്ട് വിവരങ്ങളുമായി. സനൂപ്, ഇക്കാര്യത്തിൽ എംപാനൽ ജീവനക്കാർ നൽകിയ ഒരു ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാണിത്. KSRTCയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് രീതിയിലായിരിക്കും ഇനി മറ്റ് നിയമനങ്ങളെയും അതുപോലെ മറ്റു കാര്യങ്ങളെയും സ്വാധീനിക്കുക? തീർച്ചയായിട്ടും വലിയ ഒരു പ്രതീക്ഷയിലായിരുന്നു ഈ താൽക്കാലിക കണ്ടക്ടർമാർ. കാരണം സർക്കാർ പോലും ഇടപെട്ട് ഇവർക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന ഒരു പ്രതീക്ഷ ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഹൈക്കോടതിയുടെ ഇപ്പോൾ അന്തിമ വിധി കൂടി വന്നതോടുകൂടി ഇവരുടെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. 3861 താൽക്കാലിക കണ്ടക്ടർമാരെയാണ് KSRTCയിൽ നിന്ന് പിരിച്ചുവിട്ടത്. ഡിസംബർ 6-നാണ് ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവിറക്കിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഡിസംബർ 16 തൊട്ടായിരുന്നു ഈ KSRTCയിലെ എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടൽ ആരംഭിച്ചത്. അതിനുശേഷം PSC വഴി അഡ്വൈസ് മെമ്മോ ലഭിച്ച 1421 പേരെ ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട്. എന്തായാലും ഹൈക്കോടതി വിധി കൃത്യമായി പറയുന്നത് KSRTCയിലെ നിയമനങ്ങൾ PSC വഴി മാത്രം മതി എന്നാണ് ഈ ഇടക്കാല ഇപ്പോൾ അന്തിമ വിധിയിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഇവർക്ക് ഈ എംപാനൽ ജീവനക്കാരെ 10 വർഷത്തിലധികം സർവീസുള്ള എംപാനൽ ജീവനക്കാരുണ്ട്. യഥാർത്ഥത്തിൽ ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയൊക്കെ എടുക്കുന്ന താൽക്കാലിക ജീവനക്കാരെ 180 ദിവസം മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ KSRTC ഇതിനുശേഷവും ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു എന്നാണ് വിധിയിൽ പറയുന്നത്. മാത്രമല്ല അടിമ വേലയ്ക്ക് തുല്യമായിട്ടുള്ള ജോലിയാണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത്. കൃത്യമായിട്ടുള്ള വേതനമോ ഒന്നും നൽകിയിരുന്നില്ല എന്നും ഈ വിധിയിൽ പറയുന്നുണ്ട്. മോഹങ്ങൾ, ഒരുപാട് വ്യാജ മോഹങ്ങൾ നൽകിയാണ് KSRTC ഇവരെ ഇത്രയും കാലം നിലനിർത്തിയെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കും നിയമപരമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ഇവർക്ക് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിനെ സമീപിക്കാമെന്നും ഈ വിധിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും
ഈ എംപാനൽ ജീവനക്കാർ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം അനുഷ്ഠിക്കുകയാണ്. ഒരു തിരിച്ചുവരവ്, ഒരു തിരിച്ചെടുക്കൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഇവർ ഇത്രയും കാലം സമരം ചെയ്തത്. ഇന്നിപ്പോൾ 16ാം ദിവസത്തിലേക്ക് ഇവരുടെ സമരം കടക്കുകയാണ്. ഇവരെ പിരിച്ചുവിട്ടതിന് ശേഷം ആദ്യമായിട്ട് ഇവർ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം വരെ ലോങ് മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. പക്ഷേ അതിനുശേഷം ആണ് ഡിസംബറിൽ ഇവർ ജനുവരി മുതൽ ഇവർ സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. ശയനപ്രദക്ഷിണ സമരം ഉൾപ്പെടെയുള്ള വലിയ സമരമുറകളുമായിട്ടായിരുന്നു ഇവർ എത്തിയത്. ഇന്നിപ്പോൾ വെള്ള പുതച്ച് കിടന്ന് ഉള്ള സമരമുറകളെല്ലാം ഇവർ ആഹ്വാനം ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഈ ഹൈക്കോടതി വിധി കൂടി വന്നതോടുകൂടി ഇവരുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുകയാണ്. താൽക്കാലിക കണ്ടക്ടർമാരെ തിരിച്ചെടുക്കേണ്ട എന്നുള്ളൊരു വിധി തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. KSRTCയിലെ എല്ലാ നിയമനങ്ങളും PSC വഴി മാത്രം മതി എന്നാണ് പറഞ്ഞത്. കാരണം 2013 ഈ PSC ഉള്ള നിയമനം സംബന്ധിച്ച് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷേ 2016 ഇവരെ നിയമിക്കേണ്ടതായിരുന്നു. പക്ഷേ എന്നിട്ടും ഇവരുടെ നിയമനം വൈകിപ്പോയതിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. നേരത്തെയുള്ള എല്ലാ ഇടക്കാല ഉത്തരവുകളിലും KSRTC ഇതാണ് വ്യക്തമാക്കിയിരുന്നത്. PSC പോലും പറഞ്ഞത് ഇവരുടെ നിയമനം പിൻവാതിൽ നിയമനം എന്നായിരുന്നു PSC പോലും ഹൈക്കോടതിയെ അറിയിച്ചത്. പിന്നീട് മന്ത്രി ഇടപെട്ട് ഇതൊക്കെ തിരുത്തുകയുണ്ടായെങ്കിലും ഇപ്പോൾ ഹൈക്കോടതി വിധി വന്നതോടുകൂടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. ഇനി താൽക്കാലിക കണ്ടക്ടർമാർക്ക് ഒരിക്കലും KSRTCയിലേക്ക് തിരിച്ചു വരവ് ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇനി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? അക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം നമുക്കിനിയിപ്പോൾ എംപാനൽ ജീവനക്കാരുടെ കൂട്ടായ്മ അവരാണ് ഈ സമരപന്തലിൽ സമരം അനുഷ്ഠിക്കുന്നത്. അവരുമായിട്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഇവരുടെ നേതാവ് ദിനേശ് ബാബുവാണ് ഇവരുടെ നേതാവ്. അപ്പം ഇത്തരത്തിൽ ഈ ഒരു വിധി കൂടി വന്നതിന് ശേഷം നമുക്ക് അദ്ദേഹവുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഇനി എന്ത് ആയിരിക്കും ഇവർ എടുക്കാൻ പോകുന്ന ഒരു തീരുമാനം? സുപ്രീം കോടതിയെ സമീപിക്കുമോ? സുപ്രീം കോടതിയിൽ ഇവർ ഓൾറെഡി ഒരു ഹർജി നൽകിയിട്ടുണ്ട്. ആ ഹർജിയിൽ പറഞ്ഞത് ഹൈക്കോടതി വിധി വരട്ടെ, അതിനുശേഷം തീരുമാനമുണ്ടാക്കാം എന്നാണ് സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുന്നത്. പക്ഷേ എന്തായാലും ഈ ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. കാരണം ഈ 180 ദിവസത്തിന് ശേഷം ഈ താൽക്കാലിക ജീവനക്കാരെ പണിയെടുപ്പിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാജമോഹങ്ങൾ നൽകിയാണ് ഇവരെ ഇത്രയും കാലം KSRTC പിടിച്ചു നിർത്തിയിരുന്നതെന്നും പറയുന്നു. ഇനി അത്തരത്തിലുള്ള താൽക്കാലിക നിയമനങ്ങൾ ഒന്നും തന്നെ വേണ്ട, PSC വഴിയുള്ള നിയമനം മാത്രം KSRTCയിൽ മതി എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. KSRTCയിലെ ഒഴിവുകൾ PSC വഴി നികത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. താൽക്കാലിക കണ്ടക്ടർമാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഇനി എംപാനൽ ജീവനക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുമോ എന്നതാണ് കാണേണ്ടത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഷബിന സിയാദും RB സനൂപും നൽകിയത്.